അച്ഛാ. അയ്യോ സത്യമേ, അമ്മേ, സത്യമേ. അച്ഛൻ എന്നോട്ട് പോയില്ല അച്ഛാ. ഇല്ല രാഘവേട്ട, എഴുന്നേക്ക് രാഘവേട്ട, എഴുന്നേക്കാൻ രാഘവേട്ട. എന്നോട്ട് പോയില്ല അച്ഛാ. അച്ഛാ അയ്യോ അച്ഛാ, എന്നെ വിട്ടു പോകല അച്ഛാ. ബ്രോ ബ്രോ, എടാ എന്നാലും ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ സാറേ. രാഘവേട്ട, രാഘവേട്ട ഇങ്ങോട്ട് പോയ, രാഘവേട്ട ഇങ്ങോട്ട് പോന്നെ. എന്നെ തനിച്ചാക്കിയിട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ല രാഘവേട്ട. എന്നിട്ട് എന്നെ തനിച്ചാക്കി പോയില്ല. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ല രാഘവേട്ട. എന്തിനാ രാഘവേട്ട എന്നോട് ചതി ചെയ്ത്? രാഘവേട്ട, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനെങ്കിലും നിന്നൂടായിരുന്നു രാഘവേട്ട. എന്റെ പൊന്നു രാഘവേട്ട. രോഹിത്, എന്താ രോഹിത സംഭവിച്ച? എനിക്ക് രാഘവേട്ട എന്താ? അച്ഛൻ നെഞ്ചുവേദനയ്ക്കുള്ള ഗുളിക കുറെ എടുത്ത് കഴിച്ചു. മരിക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്ത പോലെയാ. തളർവാദ രോഗം ഉണ്ടായിരുന്നല്ലോ. നെഞ്ചുവേദനയ്ക്കുള്ള ഗുളിക 2 അല്ലെങ്കിൽ 3. അതേ കൂടിയ വിഷമാ. രാഘവേട്ടന്റെ ശരീരം ദുർബലമായതുകൊണ്ട് പെട്ടെന്ന് പ്രാണം പോയി. അതെ അതെ. അല്ല, എന്തൊക്കെയോ മനോവിഷമമുള്ളതുപോലെ രാഘവൻ നായരുടെ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. ഞാൻ സൂക്ഷ്മമായിട്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഊർദ്ധനും ചിഹ്നനും ഒക്കെ വലിച്ചു തന്നെയാ പോയത്. കാല് തണുത്തിരിക്കുന്നടാ, തണുത്തിരിക്കുന്നു. ഒന്ന് കണ്ണു തുറന്നു നോക്കരാ. ഇനിയിപ്പോ എന്താ, തെക്കേപ്പറമ്പിലെ മാവ് കേട്ടാ അല്ലേ? ആരൊക്കെ വരാനുള്ളത്? ഒരു മകളില്ലേ പ്രീതി? ഓ ഉണ്ട്. അവളുടെ ഭർത്താവും കുഞ്ഞും. ഈ വിഷ്ണുവിനൊരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ, ഇരിക്കുന്ന കുട്ടിയുടെ ചേച്ചി. അതുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞിട്ടല്ലേ ഇപ്പോ പുതിയ ആളുമായിട്ടുള്ള നിശ്ചയം നടത്താൻ നോക്കുന്നത്? ബന്ധമൊന്നും ഇതുവരെ ഒഴിഞ്ഞിട്ടില്ലെന്നാ എന്റെ അറിവ്. ആ സ്ഥിതിക്ക് ആ കുട്ടിയും കൂടി അറിയിക്കേണ്ടത്. അതെ അതെ. രാഘവേട്ട, രാഘവേട്ട, എനിക്ക് രാഘവേട്ട. കുഞ്ഞേച്ചി, നമ്മുടെ അച്ഛൻ.
അച്ചായ നമുക്കിവിടെ നിന്ന് സ്കൂട്ടാകാം. സീൻ ഡാർക്കാ. അതാടാ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് പതുക്കെ വരിക. കൊള്ളാം ബാലേന്ദ്ര, നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ആടിനെ പട്ടിയാക്കുന്നതിനിടെ അതിന്റെ കൊമ്പ് മാറ്റം മറന്നുപോയി. ബാലേന്ദ്ര, ഈ നാട് ഭരിക്കുന്ന രാജാവാണ് ഈ ഭൂമി ഇവർക്ക് പതിച്ചു നൽകിയതെന്നും അതിനുശേഷം വന്ന ആദ്യ സർക്കാർ തന്നെ പട്ടയം രേഖാമൂലം കൈമാറിയിട്ടുള്ളതാണെന്നും കെട്ടുകഥയുണ്ടാക്കിയവർ മറന്നു. അതൊക്കെ കോടതിയല്ലേ മേഡം തീരുമാനിക്കേണ്ടത്? കോടതി തന്നെയാ തീരുമാനിക്കേണ്ടത്. The court orders to maintain status quo at China colony. മനസ്സിലായില്ലേ? ചൈന കോളനിയിൽ നിലവിലുള്ള സ്ഥിതി അതേപടി തുടരാൻ കോടതി ഉത്തരവായിരിക്കുന്നു എന്ന്. ചൈന കോളനിയിൽ നിന്ന് ഒരു കൊച്ചു കല്ല് പോലും ഇളക്കാൻ പാടില്ലെന്ന്. ഈ ഞായറാഴ്ച ഏത് കോടതിയാ മേഡം? ഞായറാഴ്ചയെന്നല്ല, നീയൊക്കെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഊർധ്വൻ വലിക്കുമ്പോഴും കണ്ണ് തുറന്നിരിക്കുന്ന സത്യത്തിന്റെ സൂര്യൻ, ദൈവത്തിന്റെ കോടതി. അതാണ് ബാലേന്ദ്ര എന്നെ ഇവിടെ എത്തിച്ചത്. ചൈന കോളനിയിൽ നീയൊക്കെ നടത്തുന്ന സകല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഓർഡർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ പുറപ്പെടുവിക്കുന്നു. ഈ ഉത്തരവ് നടപ്പാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർക്കായിരിക്കും. കോളനിവാസികളിൽ ആവശ്യമായവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനും. പിന്നെ ബാലേന്ദ്ര, ഈ കടുംകൈയൊക്കെ ചെയ്യാൻ ഇയാളെ ആരാ ചുമതലപ്പെടുത്തിയെന്നും കൂടെ മറുപടി പറയേണ്ടി വരും. അയ്യോ, അത് പിന്നെ ജനോപകാരപ്രദമായ ഒരു പ്രവൃത്തിയാന്ന് കരുതി പൊതുപ്രവർത്തനായി പോയില്ലേ മേഡം? ജനോപകാരപ്രദമായ പ്രവൃത്തി അല്ലേ? ആ അതെ മേഡം. മിസ്റ്റർ ACP, മേഡം ബൈക്കും കാറും ജീപ്പും ഒക്കെ ഓടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതുവരെ ഒരു JCB ഓപ്പറേറ്റ് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഓടിക്കണോ മേഡം? സാധിക്കുമെങ്കിൽ എടോ അങ്ങോട്ട് മാറിയിട്. മേഡം അങ്ങോട്ട് കയറിയിട്. അയ്യോ അയ്യോ എനിക്ക് അയ്യോ മേഡം, അയ്യോ അയ്യോ വേണം മേഡം, കാറ് വേണം. അയ്യോ വേണം 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 മേഡം, അയ്യോ ഈ കാറ് വിളിക്കല്ലേ മേഡം, അയ്യോ വേണം. സ്റ്റോപ്പ് ചെയ്യ മേഡം, മേഡം വേണം മേഡം, സൂക്ഷിച്ച്. അയ്യോ മേഡം, മേഡം എനിക്ക് കാറ് വേണം. അയ്യോ പുതിയ കാറാ വേണം മേഡം, വേണം മേഡം, അയ്യോ വേണം മേഡം.
ഒന്ന് പൊള്ളിയോ ബാലേന്ദ്ര? എന്റെ കാറാ മാഡം, കഴിക്കാനുള്ളതല്ല. അതെ ബാലേന്ദ്ര, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. കളിക്കാനുള്ളതല്ല അത്. ലക്ഷങ്ങൾ വില കൊടുത്ത് നീ വാങ്ങിയ ഈ യന്ത്രക്കൂടാരം മാത്രമല്ല, ഈ പാവങ്ങളുടെ കണ്ണീരിലും വിയർപ്പിലും കട്ടയും കല്ലുമായി കെട്ടിപ്പൊക്കിയ വീടുകളും അങ്ങനെ തന്നെയാ. പകലന്ത്യോളം പണിയെടുത്ത് തളർന്നുറങ്ങാനുള്ള ഇടം. കോർപ്പറേറ്റുകളുടെ കാല് തിരുമ്മിയും വിടുപണി ചെയ്ത് നീ ഉണ്ടാക്കുന്ന കോടികളെക്കാൾ വിലയുണ്ട് ദേഹം വിയർത്ത് അവരുണ്ടാക്കുന്ന 100 രൂപ നോട്ടിന്. ഓർമ്മയുണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിക്കും ഞാൻ. ബാലേന്ദ്ര, നല്ലതേ നടക്കുക. കൊണ്ടുപോയവനെ. വകുപ്പും ചട്ടമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അനു പറഞ്ഞു തരും. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിൽ പറക്കുന്ന കോർപ്പറേറ്റ് സംവിധാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് പൊയ്ക്കോട്ടെ. അയ്യോ പോടോ സാറേ. ആ പിന്നെ ബാലേന്ദ്ര, ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. നീയും ഞാനും ഇവിടെ നിൽക്കാനുണ്ടായ സാഹചര്യം എന്താന്ന് ചികഞ്ഞെടുക്കും ഞാൻ. അടിവേരിളക്കി അന്വേഷണം ഉണ്ടാവുമ്പോ മാപ്പുണ്ടാവില്ല. കതറിട്ടവർക്കായാലും കാക്കിയിട്ടവർക്കായാലും. മാഡം, എന്റെ കാറ്. അത് ഇവിടെ കിടന്നോളും ബാലേന്ദ്ര, ഒരു പോറല് പോലും വീഴില്ല. നിന്നേക്കാൾ വകതിരിവുണ്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് പോലും. നടക്കണോ? ഇതെനിക്ക് എങ്ങനെ നന്ദി പറയേണ്ടെന്നറിയില്ല. നന്ദിയുടെ ആവശ്യമില്ല മെമ്പറെ, ഇത് നീതിയാണ്. ഈ നാട്ടിൽ പാവപ്പെട്ടവന്റെ കൂടി തുല്യമായി കിട്ടേണ്ട നീതി. ഇനി അവർ വരുമോ മാഡം? ഇല്ല, ദൈവം കാവലുണ്ട്. മോള് നന്നായിട്ട് പഠിക്കണം, പഠിച്ച് വലിയ ആളാവണം. എന്നാലേ ഇതുപോലത്തെ കാട്ടാളന്മാരെ ഓടിക്കാനാവൂ. എനിക്കും കളക്ടർ ആവണം മാഡം. ആവാലോ, അതിനല്ലേ നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞത്. ശാലിനി മാഡം കി ശാലിനി മാഡം കി. ചൈന കോളനിയിൽ പോകാനുള്ള തീരുമാനം നന്നായി മാഡം. രാമേട്ടാ,
പറഞ്ഞോ മോനെ. നമുക്ക് എത്രയും പെട്ടെന്ന് സത്യാമ്മയുടെ വീട്ടിലെത്തണം. ശരി മോനെ. ദൈവം ആ മേഡത്തിന് നന്മ മാത്രമേ വരുത്തൂ. ഒരു വാക്കെന്നോട് പറഞ്ഞില്ലല്ലോ രാഘവേട്ട. രാഘവേട്ട, രാഘവേട്ട, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ രാഘവേട്ടനെ തനിച്ചാക്കി പോയില്ലേ? ഇനി ഞാൻ ഒറ്റയ്ക്കല്ല രാഘവേട്ട. രാഘവേട്ട, എന്നെ വിട്ടിട്ട് പോയത് എന്തിന്? അച്ഛാ, മോളെ ഇങ്ങോട്ടിരിക്ക്. ഇവിടെ ഇരിക്ക്. ഇവളുടെ കൈ കൊണ്ടെടുത്തൊരു കാപ്പി വേണം. വർഷം എത്രയായി ഇവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കുടിച്ചിട്ട്? ഭാമേ, ഇത്തവണ നീ തോൽക്കും ഭാമേ. എപ്പോഴെങ്കിലും എനിക്കോടും ജയിക്കണ്ടേ? അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്ത് പൊട്ടിയാണോ എന്ന്. എല്ലാം മുമ്പിൽ കണ്ടായിരുന്നല്ലേ എന്നോട് സംസാരിച്ച. നിങ്ങൾ എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലേ രാഘവേട്ട. എന്റെ രാഘവേട്ടന് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തോറ്റു തരുമായിരുന്നല്ലോ. നിങ്ങളെക്കാൾ വലുതായിരുന്നു എനിക്കെല്ലാം പറയാൻ. രാഘവേട്ട, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു കേട്ടോ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനൊരു പൊട്ടി. അയ്യോ എനിക്ക് പോയി കേട്ടോ. അവള് ശാലിനി എവിടെ ഉണ്ടെങ്കിലും അവളെ മാത്രം മതിച്ച് എനിക്ക്. എന്റെ മോനെ, എന്ത് വില കൊടുത്തു, അതും എന്റെ ജീവൻ തന്നെ ആയാലും അതച്ഛൻ നിനക്ക് കൊണ്ട് തന്നിരിക്കും. വിഷമിക്കണ്ടടാ, അച്ഛനുണ്ടടാ കൂടെ. കൂടെ ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് പാതി വഴിയിട്ടിട്ട് പോയില്ലേ? ഇട്ടിട്ട് പോയില്ലേ? ഇട്ടിട്ട് പോയില്ലേ? എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ? ഈ മനസ്സുണ്ടാകാൻ അംഗീകരിക്കുക.
കേറിയോ മോനെ? നീ ഇനി താമസിക്കുന്നത് ഇവിടെയാ? ഡ്രൈവറായിട്ടല്ല, ഞങ്ങളുടെ മകനായിട്ട്. വിഷ്ണുവിൻ്റെയും പ്രീതിയുടെയും സഹോദരനായിട്ട്.